ഇന്ത്യയുടെ നിയമവ്യവസ്ഥയും നീതിന്യായ നടപടികളെയും ചോദ്യം ചെയ്തുകൊണ്ട് അമേരിക്കൻ ജനപ്രതിനിധികൾ രംഗത്ത്. ഡൽഹി കലാപ കേസിലെ പ്രതിയായ ഉമർ ഖാലിദിനെ മോചിപ്പിക്കണമെന്നും ഇന്ത്യയിലെ വിചാരണ രീതികൾ അത്ര പോരെന്നും ചൂണ്ടിക്കാട്ടി 8 US നിയമസഭാംഗങ്ങൾ ഔദ്യോഗികമായി ഇന്ത്യക്ക് കത്തയച്ചിരിക്കുകയാണ്. ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിലുള്ള നഗ്നമായ ഇടപെടലാണോ ഇതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇന്ത്യൻ അംബാസഡർ വിനയ് മോഹൻ ക്വാത്രയ്ക്കാണ് അമേരിക്കയിലെ 8 നിയമസഭാംഗങ്ങൾ ചേർന്ന് ഈ കത്തയച്ചിരിക്കുന്നത്. 5 വർഷമായി തടവിൽ കഴിയുന്ന ഉമർ ഖാലിദിന് ജാമ്യം നൽകണമെന്നും അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് അനുസൃതമായ നീതിയുക്തമായ വിചാരണ ഉറപ്പാക്കണമെന്നുമാണ് ഇവരുടെ ആവശ്യം. വിചാരണ കൂടാതെ തടവിൽ വയ്ക്കുന്നത് മനുഷ്യാവകാശ ലംഘനമാണെന്നൊക്കെ ഇവർ ആരോപിക്കുന്നുണ്ട് ഈ കത്തിൽ. ശ്രദ്ധേയമായ കാര്യം എന്തെന്നാൽ ഉമർ ഖാലിദിന്റെ മാതാപിതാക്കൾ അമേരിക്കയിൽ സന്ദർശനം നടത്തി ഇവരുമായി കൂടിക്കാഴ്ച നടത്തിയതിന് തൊട്ടു പിന്നാലെയാണ് ഇത്തരമൊരു സമ്മർദ്ദ നീക്കം ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യമാണ്. ജിം മക്ഗവേൻ, ജാമി റാസ്കിൻ എന്നിവർക്കൊപ്പം ഇന്ത്യൻ വംശജയായ പ്രമീള ജയ്പാലും ഇന്ത്യക്കെതിരെ ഈ കത്തിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. 2020 വടക്ക് കിഴക്കൻ ഡൽഹി കലാപവുമായി ബന്ധപ്പെട്ട് വലിയ ഗൂഢാലോചന കേസിലെ പ്രതിയാണ് ഉമർ ഖാലിദ് എന്ന് പറയുന്നത്. രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയുന്നതിനുള്ള കർശനമായ UAPA നിയമം ചുമത്തിയാണ് 2020 സെപ്റ്റംബറിൽ ഇയാളെ അറസ്റ്റ് ചെയ്തു മാറ്റുന്നത്. കലാപത്തിന് പ്രേരണ നൽകി ഗൂഢാലോചന നടത്തി തുടങ്ങിയ ഗുരുതരമായിട്ടുള്ള കുറ്റങ്ങളാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. സഹോദരിയുടെ വിവാഹത്തിന് ലഭിച്ച ഇടക്കാല ജാമ്യം ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കോടതി ഇയാൾക്ക് മറ്റൊരു ജാമ്യവും തന്നെ അനുവദിച്ചിട്ടില്ല. കേസ് ഇപ്പോഴും സുപ്രീം കോടതിയുടെയും വിചാരണ കോടതിയുടെയൊക്കെ പരിഗണനയിലുമാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു കേസാണിത് എന്ന് ഓർക്കണം. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യക്ക് സ്വന്തമായ ഭരണഘടനയും ശക്തമായ നീതിന്യായ വ്യവസ്ഥയുമുണ്ട്. എന്നിട്ടും ഇന്ത്യയിലെ ജുഡീഷ്യൽ നടപടികൾ അന്താരാഷ്ട്ര നിലവാരത്തിലല്ല എന്ന് വരുത്തി തീർക്കാനാണ് ഈ കത്തിലൂടെ ഈ അമേരിക്കൻ നിയമസഭാംഗങ്ങൾ ശ്രമിക്കുന്നത്. അടുത്തിടെ ന്യൂയോർക്ക് മേയറായി തിരഞ്ഞെടുക്കപ്പെട്ട സോഹ്രാൻ മംദാനിയും സമാനമായ ആവശ്യവുമായി രംഗത്തെത്തിയിരുന്നു. ഇന്ത്യൻ കോടതികളിൽ വിശ്വാസമില്ലാത്ത രീതിയിൽ വിദേശത്ത് നിന്ന് സമ്മർദ്ദം ചെലുത്തി കേസ് അട്ടിമറിക്കാനാണോ ഇനി ഇത്തരം നീക്കങ്ങൾ എന്നും ന്യായമായി സംശയിച്ചാൽ കുറ്റം പറയാൻ കഴിയില്ല. ചുരുക്കത്തിൽ നിയമത്തിന്റെ വഴിയെ പോകും എന്ന് ഇന്ത്യ ആവർത്തിക്കുമ്പോഴും വിദേശ മണ്ണിൽ നിന്നുള്ള ഇത്തരം ഉപദേശങ്ങൾ തുടരുകയാണ്. അത് തുടർന്നുകൊണ്ടേയിരിക്കും. ഒരു പരമാധികാര രാഷ്ട്രമെന്ന നിലയിൽ കുറ്റവാളികൾക്കെതിരെ നടപടിയെടുക്കാനുള്ള ഇന്ത്യയുടെ അവകാശത്തെയും സ്വാതന്ത്ര്യത്തെയും കോടതിയുടെ വിവേചനാധികാരത്തെയും ഒക്കെ ചോദ്യം ചെയ്യാൻ വിദേശ ജനപ്രതിനിധികൾക്ക് ഒരു അധികാരവുമില്ല. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.